അമ്മ ഞാൻ ഉണ്ടല്ലോ തിരുവാതിര കളിച്ച് ഇങ്ങോട്ട് സ്റ്റേജിൽ ഇറങ്ങിയപ്പം എന്റെ ദൈവമേ പിള്ളേരൊക്കെ അങ്ങോട്ട് കൈ അടിച്ചു ഭയങ്കര ബഹളമായിരുന്നു അമ്മ. എന്നിട്ട് എന്തോ കിട്ടില്ലോ ആയിരുന്നു. ഈ മക്കളെ തിരുവാതിരക്ക് ഇപ്പോഴും ഫാൻസ് ഒക്കെ ഉണ്ടോ? പണ്ടത്തെ കലാരൂപല്ലേ അതൊക്കെ? ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് മറ്റേ BTS സോങ് ഇട്ടാണ് തിരുവാതിര കളിച്ചത്. അച്ഛാ ഇത് കൊറിയൻ ഉള്ള ഒരു ബാൻഡാണ് BTS. അവരുടെ സോങ് ഇട്ടാണ് ഞാൻ തിരുവാതിര കളിച്ചത്. കൊറിയൻ പാട്ടിട്ട് തിരുവാതിര കളി അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണത്. അല്ലെ മക്കളെ, ഈ നമ്മുടെ നാടൻ ശൈലിയിലെ ഈ മലയാളി മങ്ക അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ് നിനക്കാ ഫസ്റ്റ് എന്നല്ല, എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്. പക്ഷെ ജഡ്ജസിന് ഈഗോ അടിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഒന്നില്ല. ഈഗോ? അതിന് അവർക്ക് എന്തിനു നിന്നോട് ഈഗോ? എന്റെ പൊന്നച്ചാ, അവരെ കാട്ടി സൗന്ദര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് സ്റ്റേജിൽ നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും ഈഗോ വരുമല്ലോ അല്ലേ? ശരിയാണ് ശരിയാണ്. ഈ സൗന്ദര്യമുള്ള പിള്ളേരുടെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര അസൂയാണ്, ഭയങ്കര ഈഗോ വരും അല്ലേ മക്കളെ? അല്ല, അയ്യോ തള്ളി മറിച്ച് എവിടം വരെ കൊണ്ടുപോയെന്ന് നോക്കണേ. അതെ, തിരുവാതിരക്ക് എല്ലാം കൂടെ കൂവി തോപ്പിച്ചെന്ന് അറിഞ്ഞ് പെങ്കി പറഞ്ഞു. അയ്യേ അതവള് ചുമ്മാ അയ്യേ പിള്ളേരെല്ലാം കൂടെ നിങ്ങളെ കൂവി തോപ്പിച്ചില്ലേ? വെറുതെ വെറുതെന്നാ എല്ലാരും കൂടെ അവസാനം തലയിൽ കൂടെ തുണി കൊടുത്തോണ്ട് ഓടിക്കുന്നു പറഞ്ഞിട്ട് മുണ്ടിട്ടുണ്ട്. തന്നെ മക്കളെ, നമ്മളിതൊക്കെ അറിഞ്ഞു. അവളപ്പൊ ഇങ്ങനെയൊക്കെ കള്ളത്തരം നിങ്ങളടുത്ത് പറഞ്ഞല്ലേ? കള്ളത്തരം അല്ലേ? അപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ മണി. ഇതിപ്പോ അടിയാവുന്നാണ് തോന്നുന്നത്. എത്ര നേരം ഞങ്ങളെ തള്ളു കേട്ടോണ്ടിരിക്കും. പോവാൻ ചെയ്യാ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പം പാട്ടിനും ഡാൻസിനും എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു. ഭഗവാനെ, 10 ഗുണം 10 ഗുണം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അച്ഛനും മക്കളും കൂടെ ഇങ്ങനെ തുടങ്ങി എന്തോന്നേ. അല്ലെങ്കിൽ തന്നെ പുട്ടാണ് ആവശ്യത്തേക്ക് ഞാൻ തള്ളുണ്ട്. ഇനി നിങ്ങളുടെ വകം കൂടെ വേണ്ട കേട്ടാ. അയ്യോ ഇത് തള്ളല്ല മണി, ഉള്ളതാണ്. ഇന്ന് പുട്ടാണല്ലേ? പുട്ടല്ല, ദോശയാണത്. നിന്റെ ഒരു തമാശ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈ എഴുതാതെ വന്ന് എടുത്തിട്ടുണ്ട് ഞാൻ അടിയിട്ടു. ചൂടാവും രാവിലെ. അല്ല പുട്ട് ചൂടന്ന് ആവി പറക്കുന്നു. എടി, ഞാൻ കോളേജിൽ തിരുവാതിര കളിച്ച് 8 നില പൊട്ടിയായിരുന്നു. നീ അമ്മ എടുത്ത് പറഞ്ഞു കൊടുത്താടി? പറഞ്ഞു. പറയാ എടി അതൊക്കെ നാട്ടുപാട്ടല്ലേ? നാട്ടുപാട്ട്? BTS സോങ് ഇട്ട് തിരുവാതിര കളിച്ചിട്ട് ആ സോങ് കണ്ട് പിള്ളേരെല്ലാം കൂവി വിളിച്ചതേ അതിപ്പോ നാട്ടിപ്പാട്ടാണ് കേട്ടാ. അത് പിന്നെ അങ്ങനെ കൂവി വിളിച്ചൊന്നുമല്ല. ഞാൻ കളിച്ചപ്പോഴേക്കും 1 or 2 സ്റ്റെപ്പ് തെറ്റിപ്പോയി. അപ്പൊ ഫ്രണ്ട് ഇരുന്ന 3 പേര് ചെറുതായിട്ടൊന്ന് കൂ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. കൂ എന്നേ വിളിച്ചോളാം. അപ്പൊ എത്ര പേര് വിളിച്ചെന്ന് കണ്ടല്ലോ? 2-3 പേരൊന്നും അല്ല, ഞാൻ വീഡിയോ കണ്ടല്ലേ. അവിടെ നിന്ന് മൊത്തം പിള്ളേർ പോകണേ. എടി അതിപ്പോ വൈറലാണ്, അതറിയോ? പിന്നെ കാണാത്തവർക്ക് കൂടി ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓഹോ, അപ്പം ആ വീഡിയോ വൈറലായി അല്ലേ? കുഴപ്പമില്ല, ഇനി ഞാൻ അതിൽ പിടിച്ചു കയറും. ഞാൻ മിനിമം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവും. അപ്പോഴാ കേട്ടാ? അയ്യേ, നിനക്കൊരു ഉളുപ്പില്ലേടി? എനിക്ക് ഉളുപ്പില്ലടി കേട്ടാ. അപ്പു, ആസനത്തിൽ ആല് മുളച്ചാലേ അതും തണലായി കൊണ്ട് നടക്കുന്നവരുണ്ട്. തന്നെ മകളെ തന്നെ, അതിലൊരു ചൈച്ചാണ് പോയത്. അയ്യോ, ആകെ മൊത്തം തിരുവാതിര നാണം കെട്ട് നാറി. നാട്ടാരെ മുമ്പിൽ നാണം കെട്ട പോട്ട്, വീട്ടുകാരെ മുമ്പിലും നാണം കെട്ടു. അത് അറിഞ്ഞു ഒറ്റൊരുത്തിക്കാരൻ. അവളെങ്ങനെ വിട്ടാ പറ്റൂല. മക്കളെ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് ഇരുന്നങ്ങ് പോയത്. അതെ, അച്ഛൻ മോളുടെ വീഡിയോ കണ്ടു കേട്ടോ. ഏത് വീഡിയോ? ആ ഡാൻസിന്റെ വീഡിയോ. നാട്ടുകാരെല്ലാം കൂടെ കൂവി കളിയാക്കി നിന്നെ ഇറക്കി വിട്ടില്ലേ? കണ്ട് തന്നെ കൊള്ളാം. പിന്നെ നമ്മളൊരു കാര്യം പറയട്ടോ, ഈ ആൾക്കാർ കളിയാക്കി എന്ന് പറഞ്ഞ കാര്യമൊന്നും ആക്കണ്ട. ഈ കൂവി ഇങ്ങനെ ഇറക്കി വിടില്ലേ, ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് എടുക്കണം. ഞാൻ പ്രചോദനമായിട്ട് എടുത്തിട്ടുള്ളൂ. അതാണ് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ളവർ മാത്രമേ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു തമാശ അല്ലേ? തമാശ.
അല്ല അച്ഛനാരാ വീഡിയോ കാണിച്ചത്? റിങ്കി സ്വാഭാവികം. എന്ത്? ഇല്ല. മോള് മുഖം കണ്ട അറിയാം ചമ്മി നാറി ഇരിക്കുകയാണെന്ന്. പിന്നെ ഇത്തവണ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു അടുത്ത വർഷം മത്സരിക്കാതിരിക്കല്ലേ. മത്സരിക്കണം. ഞാൻ മത്സരിക്കും, ഗപ്പും പഠിക്കും. അതാണ്, അങ്ങനെ വേണം. അവര് മത്സരിപ്പിച്ച അല്ല, മത്സരിക്കും, ഗപ്പ് പഠിക്കും. ഒരു കാര്യം മോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചിരി അച്ചാവത്തോട്ട് പോട്ടെ. ശരി അച്ഛാ. കൂതറങ്ങി ശരിക്ക് തരാടി, ശരിക്ക് തരാം. സുഷ്ടം. അമ്മ, പിങ്കി എവിടെ? അവള് രാവിലെ വന്നതിന് ശേഷം പിന്നെ ഈ ഏരിയ കണ്ടിട്ടില്ല. ആ എങ്ങനെ വരും? അത്ര നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ? എടി കൊറേ ആയിടി കളിയാക്കിട്ട്, മതി നിർത്തിക്കോ. ഇല്ല അമ്മ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് എനിക്ക് വീണ് കിട്ടിയ തുറുപ്പ് ചീട്ടാണ്. എന്ത് ചെയ്യാൻ പോണ്? എന്ത് ചെയ്യാൻ പോണെന്ന് അമ്മ കണ്ടോ? അവസാനം തുറുപ്പ് ചീട്ടെന്നും പറഞ്ഞ് കൊറേ കളിയാക്കിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചോണ്ട് വന്നിട്ട് എന്റെ അടുത്ത് വല്ല കുറ്റവും പറഞ്ഞോണ്ട് വന്നാൽ എന്റെ ഒന്നും കിട്ടും നിനക്ക്. അങ്ങനെ ഒന്നും സംഭവിക്കൂല അമ്മ. അത്ര നാണം കെട്ട് നിക്കാണ് അവള്. അവിടെ തിരിച്ചു ഒരു മറുപടി പോലും അവള് പറയാൻ പോകുന്നില്ല. എനിക്ക് ചായ വേണ്ടേ? നാട്ട് വെച്ചേക്കണം. പഞ്ചാര ഇട്ടിട്ടില്ലേ? ഇട്ടില്ലേ? നന്നായി. എന്റെ 2 കിലോ കൂടി ഇരിക്കുക. ഞാൻ എങ്ങനെ കുറയ്ക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഇനി പഴയതുപോലെ ബോക്സിംഗ് ഒക്കെ ഒന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നീ പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യണില്ല കേട്ടോ. ആ ഞാൻ ചെയ്യും. നിനക്ക് വേറെ ചിന്തയില്ലേ ഇപ്പൊ? വേറെന്ത് ചിന്ത? 24 മണിക്കൂർ മൊബൈലും പിടിച്ചോണ്ടിരിക്കില്ലല്ലേ? വർക്കൗട്ട് ചെയ്യാനുള്ള സമയത്ത് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ഒക്കെ ചെയ്യാം. അമ്മ ഇപ്പൊ കണ്ടോ? താങ്ക് യു. എന്റെ ഫോൺ എവിടെ? മണിയായി ഓ മക്കളെ ഒരു ചായ ഇതാ മക്കളെ. അമ്മ ഡീ മൊബൈല് നോക്കിയിരിക്കണേ. ഞാൻ മൊബൈൽ എടുക്കുമ്പോഴല്ലേ അപ്പൂന് പ്രശ്നമുള്ളൂ. നീ എപ്പോഴാണ് മൊബൈൽ എടുക്കാതെ ഇരിക്കുന്നത്? ഒന്നും പറയണില്ല. പറയണില്ല. മാമ ചായ. ഇതോടെ അയ്യോ എന്റെ ചായ എവിടെ പോയി? ചായ ആവിയായി പോയി. ചായ എവിടെ പോയിന്നാ? ചായ എടുത്ത് കുടിച്ചാ നീ അറിഞ്ഞില്ലേ? ആര് കുടിച്ച്? നീ. ഞാൻ കുടിച്ചില്ല. നേരത്തെ അവിടെ ഇരുന്ന് ഊതി ഇരിക്കണുണ്ട്. അത് ചൂടായോണ്ട് ഊതി ഇരുന്ന്. പക്ഷെ ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ മൊബൈലിൽ നോക്കി പെണ്ണിന്റെ തലയിലൊന്നുമില്ല. ബോധം പോയി. സത്യം കേട്ടോ. അയ്യോ അമ്മ സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല. അമ്മ അമ്മയെങ്കിലും വിശ്വസിക്ക്. പിന്നെ നിന്റെ ചായ എവിടെ പോയി? നിനക്ക് ചായ കൂടി വേണമെങ്കിൽ പറഞ്ഞാ പോരെ, ഞാൻ ഇട്ടരൂല്ലേ? എന്തോ പ്രശ്നം? അവളെ ചായ കാണാനില്ലെന്ന്. ചായ കാണല്ലേ? ആവിയായി പോയി. ചായ കാണാനില്ലെന്ന് കള്ളി കുടിച്ചിട്ട് കളത്തില പറഞ്ഞത്. ഞാൻ എന്തിനാ കള്ളം പറയണേ? മതി വഴക്കുണ്ടാക്കട്ടെ നിങ്ങൾ തമ്മില്. ഇവക്ക് തീരെ ബോധമില്ല കേട്ടാ. എടി എവിടെ നോക്കി ഇടുന്ന ഇരിക്കുന്നത്? എനിക്ക് ചായ വേണ്ട, ഒന്നും വേണ്ട. ചായ മൊത്തം കുടിച്ച് ചായ വേണ്ടേ? തുപ്പടേതാ ചായ? അല്ല വിളിച്ചു പറയേ. കണ്ടോ റിങ്കിക്ക് ഈ ഇടായിട്ട് മൊബൈൽ യൂസ് കൂടി വരാണ്. തന്നെ ഭയങ്കര കൂടുതലും. ഈ പോക്ക് പോയണ്ടല്ലേ പെണ്ണ് പോക്ക് മുതലാണ്. ഞാൻ പറഞ്ഞില്ലാന്ന്. അത് ഞാൻ ശരിയാക്കി തരാം. അവളെ മൊബൈൽ യൂസ് ഒക്കെ കുറച്ചു തരാം. കൂട്ടി വെക്കണം.
അത് ഞാൻ എന്തോ ചെയ്യണം തീരുമാനിച്ചോളാം. ചേച്ചി എന്തുവാടി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെ തന്നെ തോന്നുന്നു. ആണോ? ആ നിനക്കിപ്പോ എന്തോ വേണം? നല്ല തല. ആ നല്ല തലയെങ്കിൽ അങ്ങ് വെച്ചോണ്ടിരി. പോ അവിടെ നിന്ന്. എന്തൊരു ദേഷ്യം ചേച്ചിക്ക്. എനിക്ക് ദേഷ്യം തന്നെ. മോളെ മോളെ എന്താ മക്കളെ വെച്ചാ? ഇറങ്ങി അച്ഛന്റെ ഈ ഷർട്ട് ഒന്ന് പെട്ടെന്ന് തേച്ചാ മോളെ. എവിടെ പോണു? അതെ രാംകുമാർ സാറ് വിളിച്ച് സാറ് പറഞ്ഞ് പഴയ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്, അപ്പൊ ഒന്ന് പോണെന്ന്. ഞാൻ പോണ്. എല്ലാവരും ഉണ്ട്, അച്ഛന്റെ പഴയ ബ്രാഞ്ചിലെ ആൾക്കാരെല്ലാം. ഇത് ഈ ചുളുക്കൊക്കെ മാറ്റി തരാം കേട്ടാ. ആ, നന്നായിട്ട് ശരി, തേച്ചോ. ഞാൻ നീ തേക്കണ്ട, അവള് തേക്കും. ആ നീ തേച്ച ശരിയാവൂല. അതേനെ ആ. മകളെ പെട്ടെന്ന് വേണം. ഓക്കെ കണ്ടില്ലേടി, മൂത്ത മോള് വേണം എല്ലാത്തിനും അച്ഛനും അമ്മയ്ക്കും. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം. ഒരു ഡ്രസ്സ് തേക്കണമെങ്കിൽ എന്റെ അടുത്താണ് പറഞ്ഞത്. മാറവിടെ. കേട്ടോ കാണിച്ചാടി കാണിച്ച. ഹലോ. ആ ഹലോ. ആ പറ. കേക്കുന്നില്ല. ഓ ഇവിടെ റേഞ്ച് കുറവാ. ആ എന്താണ്? ശബ്ദത്തേക്കോലടി കാണിച്ചാടി. ഇല്ല ഇല്ല ഞാൻ നാളെ വരും. ആ ആ ഓക്കെ നാളെ കാണാം. ശരി ശരി. ഞാൻ ഇപ്പൊ ഒരു ജോലി നിൽക്കാം, ഞാൻ വിളിക്കാടാ. ഓക്കെ ഓക്കെ. ഇതെന്താ ചൂടാവാത്ത? ചീത്തായ വെയിറ്റ് ചെയ്യാം. അവളെ BTS തിരുവാതിര ഗ്രൂപ്പ് മുഴുവൻ. മക്കളെ ആ? മോളെ തേച്ചാ? ഇല്ല അച്ഛാ, ഇതാ ഇത് ചൂടാവണില്ല. അത് നോക്കിയേ, ഇത്ര നേരമായെന്നറിയോ? ചൂടാവണില്ലേ? ചീത്തായി പോയോ എന്തോ? അയ്യോ കഷ്ടമായിപ്പോല്ലോ, അവര് അവിടെ വെയിറ്റ് ചെയ്യാണ്. ചീത്തായിപ്പോയ മോളെ, എന്തോ? ഇത് ചൂടാവണമെങ്കിൽ ആദ്യം ആ സ്വിച്ച് ഓൺ ചെയ്യണം. മനസ്സിലായോ? ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കി അച്ഛാ. എപ്പോ പിന്നെ ആരും ഓഫ് ചെയ്തത്? ഞാൻ ഓഫ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ഓൺ ആക്കിയിട്ടാണ് ഇത് ചൂടാക്കാൻ വെച്ചാൽ എനിക്കൊരു കോൾ വന്നായിരുന്നു, അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. എന്റെ റിങ്കി നിനക്ക് ഭയെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ ഞാൻ മണിയെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നല്ലോ. അയ്യോ അച്ഛൻ, എനിക്ക് ചെയ്യേണ്ടത് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഓൺ ആക്കിയതാണ്. പിന്നെ ഇതെങ്ങനെ? നീ ഓൺ ആക്കിയതല്ല, നീ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ നീ ഫോൺ ചെയ്തോണ്ടിരിക്കല്ലോ. എന്താ എന്താ എന്ത് പ്രശ്നം? മോളെ ഞാൻ ഇത് തേക്കാൻ കൊടുത്ത് ഇവള് ഈ സ്വിച്ച് ഓൺ ചെയ്തില്ല. എന്നിട്ട് പറയണേ അയൺ ബോക്സ് കംപ്ലൈന്റ് ആണെന്ന്. എന്റെ റിങ്കി, നിനക്ക് വന്ന് വന്ന് തീരെ സ്ഥലകാല ബോധമില്ല. നീ എന്ത് വടി കാണിക്കുന്നേ? എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഇത് ഓൺ ആക്കിയിട്ടിട്ടാണ് പോയത്. നീ കള്ളം പറയല്ലേ കേട്ടാ? അച്ഛൻ ഞാൻ എന്തിനു കള്ളം പറയണ അച്ഛാ? പിന്നെ അവൾക്ക് തേക്കാൻ പോയി, അവള് ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. അച്ഛാ, അച്ഛനെ നീ ആദ്യമേ പറഞ്ഞോ ഞാൻ തേച്ചു തരാന്ന്. ഈ ബോധം ഇല്ലാത്തവളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മോള് തേക്ക്. അച്ഛൻ ഞാൻ അച്ഛാ മോള് തേക്ക്. ചുളുക്കൊക്കെ മാറണേ. ഓച്ചാ കളിച്ചോണ്ടിരിക്കുന്നു പാവം എന്റെ അച്ഛൻ. അല്ലേലും എനിക്ക് അറിയണം, അവസാനം എന്റെ അച്ഛന് ഞാനേ പ്രയോജനം വരും. രാംകുമാർ സാർ. ഹലോ സാർ, നമസ്കാരം. ആ ആ ആ അതെയോ? കുഴപ്പമില്ല സാർ, നാളെ ആവാം. ആ സുമലതയ്ക്കും രതീഷിനും. ഓക്കെ ഓക്കെ. ആ ആയിക്കോട്ടെ സാർ, ശരി. ഓക്കെ സാർ, ഞാൻ രാവിലെ തന്നെ സാറിനെ വിളിക്കാം. അതെ മോളെ, ഇനി തേക്കണ്ട. അയ്യോ എന്ത്? അത് സുമലത ആന്റിക്കും രതീഷിനും ഇന്ന് ബുദ്ധിമുട്ട് എന്തുണ്ട്, അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ന് കൂടി കാണുന്നില്ല എല്ലാവരും. രാംകുമാർ സാർ പറഞ്ഞ് നാളെ ആവാന്ന്. അപ്പൊ പിന്നെ മോളിപ്പോ തേക്കണ്ട, പയ്യെ തേക്കാം. അത് കുഴപ്പമില്ല അച്ഛൻ, എന്തായാലും ഞാൻ തേച്ച് വെച്ചേക്കാം. ചക്കര എന്നാ തേക്കേ, കത്തിച്ച് കളയല്. അടുത്ത പണി കൊടുക്കാം. ഇതൊരു കഷ്ടമാണ്. ഞാൻ പറയണ എന്താ ആരും വിശ്വസിക്കാത്ത? എന്തുവാടി നിന്റെ പ്രശ്നം?
ഞാൻ നേരത്തെ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ വിശ്വസിച്ചാ? ഇല്ല. ഇല്ല. അതുപോലെ ഞാൻ അയൺ ബോക്സ് ചൂടാക്കാൻ വേണ്ടിട്ട് ഫ്ലെഗ് കുത്തി വെച്ചതാ. അത് അച്ഛന്റെ പറഞ്ഞിട്ട് അച്ഛൻ വിശ്വസിക്കണില്ല. കഷ്ടമുണ്ടോ? എന്തുവാണ് ഇപ്പൊ നിന്റെ പ്രശ്നം? ഞാൻ പറയാം ഒരു കാര്യം, നിന്റെ ശ്രദ്ധ മൊത്തം ഫോണിലാണ്. 24 മണിക്കൂർ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന ശ്രദ്ധ എങ്ങനെ വരും? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയല്ലേ? എന്നാ ശരി, ഈ കൂന്ത്രാണ് ഞാൻ തൊടുന്നില്ല, പോരെ? എടി, ഫോൺ ആവശ്യത്തിൽ ഉപയോഗിക്കുന്നതിലേ ഒരു പ്രശ്നമില്ല. പക്ഷെ 24 മണിക്കൂറും അത് കുത്തിക്കൊണ്ടിരുന്ന ഞാൻ അഡിക്ഷൻ എന്നാണ് പറയണത്. ഓഹോ, അപ്പൊ എനിക്ക് അഡിക്ഷൻ എന്നാണല്ലേ നിങ്ങൾ എല്ലാരും പറഞ്ഞു വരുന്നത്? സംശയം തോന്നുന്നു. മണി, മണി, എന്റെ പേഴ്സ് എവിടെ? അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ എങ്ങും കാണുന്നില്ല. നീ ഇങ്ങ് വന്നേ. ഞാൻ പോയി എടുത്തു കൊടുത്താലേ അത് കിട്ടുള്ളൂ. ഡേ, ഈ കൂട്ടാനൊന്നും നോക്കി കൊള്ളാൻ അടുക്കി പിടിക്കാതെ ആ പാത്രം കൂടെ കഴുകിക്കോ പ്ലീസ്. ചെല്ല് ചെല്ല്, നോക്കണേ. ഇല്ല, ഇനി എനിക്കിപ്പോ ഫോൺ അഡിക്റ്റ് ആയ? അങ്ങനെ വഴാൻ വരിയില്ലല്ലോ. എന്നാലും ചായ, അയൺ ബോക്സ്, എന്തൊക്കെയാണ് നടക്കുന്നത്? മനസ്സിലാവില്ല. നീ എന്തൊരു വായിക്കൊണ്ടിരിക്കണത്? അയ്യോ, ഇതാര് തീ കൂട്ടി വെച്ചേ? ആര് തീ കൂട്ടി വെച്ചെന്നാ? 24 മണിക്കൂറും മൊബൈലിൽ വായിക്കൊണ്ടിരിക്കും. എന്റെ മൊബൈൽ മൊബൈൽ കഴിഞ്ഞ നാട്ടിൽ വരുന്നില്ലേ? ഞാൻ തീ ഒന്നും കൂട്ടി വെച്ചില്ലേടി. പിന്നെ അത് തനിയെ കൂടി കാണും. ശരിയാവൂല. ഇങ്ങോട്ട് വാ, ഇറങ്ങി ഇങ്ങോട്ട് വാ. എന്റെ ഈ മൊബൈൽ കൂട്ടാക്കി ഞാൻ അവസാനിപ്പിച്ചില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മൊബൈലും കൊടുത്തു വിട്ടേ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. മാമ എന്ത് പറ്റി? ഇങ്ങോട്ട് വാ. അടുക്കള ചെയ്ത് നോക്ക്. കരിച്ചു വെച്ചേക്കുന്നു. ഏത് നേരത്താണോ ഇവളെ ഏൽപ്പിച്ചിട്ട് പോകാൻ തോന്നിയത്? നോക്ക് മനുഷ്യ. അയ്യോ അമ്മ, ഞാനൊന്നും ചെയ്തില്ല. തീ എങ്ങനെ കൂടിയെന്നൂല എനിക്ക് അറിയില്ല. ഗിരി, നീ തീ കുറച്ചെന്നൊക്കെ നിന്റെ ഉപബോധ മനസ്സിലുണ്ടാവുന്ന ചിന്തയാണ്. ഈ ഫോൺ അഡിഷൻ വരുമ്പോൾ ഇങ്ങനെയാണ്, മൊത്തം ഒരു ഇലീഷനായിരിക്കും. കണ്ടത് കണ്ടില്ല എന്നും കേട്ടത് കേട്ടില്ല എന്നും ചെയ്തത് ചെയ്തില്ല എന്നൊക്കെ തോന്നുന്നെങ്കിൽ ഫോൺ കൊടുക്കണ്ടേ? നീ അച്ഛൻ, ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛാ. എനിക്കറിയില്ല ഇത് എന്താണ് സംഭവിക്കുന്നത്. മോളെ ഇത് എങ്ങനെ പറ്റിയത്? എനിക്കറിഞ്ഞൂടാ രാവിലെ തൊട്ട് എന്ത് നീ ഫോൺ സംഭവിക്കും. നോക്കാതെ ഇത് കറി കരിയോ? റിങ്കി, ഫോൺ ലിമിറ്റിൽ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആ ഫോൺ ഇങ്ങ് താമ. ഫോൺ തരും നീ സ്വപ്നത്തിൽ കണ്ട. ഞാൻ തരും. എപ്പോഴാന്നറിയോ? ഈ ഫോൺ അഡിക്ഷൻ നിനക്ക് മാറിയെന്ന് വിശ്വാസം വരുമ്പോ. അമ്മ, എനിക്ക് അഡിക്ഷൻ ഒന്നും ഇല്ല. പിന്നെ അല്ലാതെ 24 മണിക്കൂർ ഫോൺ നോക്കി നോക്കി ഒരു ബോധം ഇല്ലാതെ. അല്ലല്ല, ഇത് ഇപ്പോഴേ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഫോൺ കൊടുക്കണ്ട. കൊടുക്കണില്ല കേട്ടോ. ഇത് കഷ്ടം നോക്ക്. കഷ്ടം. ഇത് മനഃപൂർവ്വം എനിക്ക് ആരോ പണി തരുന്നതാണ്. നിനക്ക് ആര് പണി തരാൻ പോകുന്നു? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് കള്ളക്കഥ ഉണ്ടാക്കുന്ന. വേണ്ട വേണ്ട, ഫോൺ കിട്ടുന്നില്ല ഇനിയിപ്പോ. അതെ, ഫോണില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ യുവതലമുറ ഓരോരോ കാര്യങ്ങളെ ഫോൺ അഡിഷൻ ഇങ്ങനെ കൂടി വന്നാൽ എന്ത് ചെയ്യുമല്ലേ? ഫോൺ കൊടുക്കരുത്, ഒരു പാഠം പഠിപ്പിക്കണം. നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ എന്റെ പോക്കറ്റില്. എടുക്കണേ. അയ്യോ, അത് ഞാൻ ഒന്നും ചെയ്യില്ലല്ലേ അമ്മ. ആരും ചെയ്യണ്ട. അതെ അതെ, ഫോൺ കൊടുക്കണ്ട. എന്ത്? അതെന്താ വെച്ചാലേ, ഈ ഫോൺ അഡിക്റ്റ് ആയ യുവതലമുറ ഉണ്ടല്ലോ, അവരെ രക്ഷിക്കാൻ പറ്റും. ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്തോന്ന് ഭദ്രമായിട്ട് ഞാൻ അലമാരയിൽ സൂക്ഷിച്ചു കേട്ടോ. അതെ, 15 മിനിറ്റ് സമയം തരും. ഉച്ചത്തേക്കുള്ള കറി കരിച്ചു വെച്ചില്ലേ? 2 എണ്ണം കൂടെ ചേർന്ന് നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് വിളിക്കണം. 15 മിനിറ്റില് യൂട്യൂബ്. അതെ, ഉണ്ടാക്കാൻ നോക്ക്. ചെല്ല് ചെല്ല്.
പറഞ്ഞു കേട്ടാ പോയി കറി ഉണ്ടാക്കി പോയി പോ പോയിടി. നിനക്കിപ്പോ സമാധാനം ആയല്ലോ അല്ലേ? ഏറെക്കുറെ ആഴ്ച കറി ഉണ്ടാക്കുന്ന ഓടി പാടി